ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വൈകുന്നേരം വിശേഷമാണ് കേട്ടോ, നോമ്പ് തോറയുടെ വിശേഷമാണ്. അപ്പോൾ ഇത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അടുക്കളയിൽ വന്നപ്പോൾ എൻ്റെ നാത്തൂന് ദോശ ചുടുന്നുണ്ട്. അപ്പം ഇന്ന് ദോശയും മീൻ കറിയാണ് കേട്ടോ ഇന്നത്തത് സ്പെഷ്യലായിട്ട്. പിന്നെ ഞാൻ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ചെറുതായിട്ട് കഷ്ണം വെട്ടിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് ഉള്ളിയൊക്കെ ചെറുതാക്കി വെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് മുരിങ്ങയില നുള്ളി എടുക്കലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുരിങ്ങയിലയും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കഷ്ണം വെട്ടിയിട്ട് ചേർക്കും കേട്ടോ ഉള്ളിവടയിൽ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളിവട ഉണ്ടാക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ചെറിയൊരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കഷ്ണം വെട്ടിയിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. മുരിങ്ങയിലയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മല്ലിച്ചപ്പ് കഴുകി വൃത്തിയാക്കിയത് ചെറുതായിട്ട് കഷ്ണം വെട്ടിയിട്ട് അതും കൂടി ചേർക്കാം. അതിന് ശേഷം കടലമാവും മൈദമാവും എടുത്തിട്ടുണ്ട്. അതിൽക്കൊരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കഷ്ണം വെട്ടി വെച്ചതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളകും പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് സ്പൂണിലാണ് കേട്ടോ കോരിയിട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് ചെറിയ ഇതാക്കിയിട്ട് ഇങ്ങനെ കോരി ഇങ്ങനെ ചേർത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്തേക്കും കൂടി തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോരി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളിവട ഉണ്ടാക്കാൻ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാനിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാൻ ഉള്ളിവട ഉണ്ട്, പിന്നെ സാദാ വെള്ളം, നല്ല തണുത്ത വെള്ളമുണ്ട്, പിന്നെ മുന്തിരി ജ്യൂസ് ഉണ്ട്, ബത്തക്ക ഉണ്ട്, പച്ചമുന്തിരി ഉണ്ട്, നാരങ്ങ വെള്ളമുണ്ട്, സമാമും ജ്യൂസ് അടിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നോമ്പ് തുറന്ന് അതിന് ശേഷം ദോശയും മീൻ കറിയും കൂട്ടിയിട്ട് അതും നോമ്പ് തുറന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കും.